സായിബാബന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും പറയാണ്, അദ്ദേഹം ഹാജറാണ്, കേൾക്കുന്നുണ്ട് അല്ലെ, പക്ഷെ ഹാജറാണോ? സഹോദരൻ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, പ്രാർത്ഥന, അതായത് ഇബാദത്താകുന്ന പ്രാർത്ഥന ആരോടും ചെയ്യാൻ പാടില്ല. അത് ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയം. ആ വിഷയത്തിൽ ഒരു മാറ്റം ആർക്കും വന്നിട്ടില്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ആ വിഷയത്തിൽ പ്രാർത്ഥന ഇല്ല. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, മണ്ണാർക്കാട് സംഭവത്തിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാ? ആ വിഷയത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഇല്ല എന്ന് പറയാണ്. എന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുക മാത്രമല്ല. സഹോദരൻ പറയുന്നത്, ഞാൻ എന്റെ സുഹൃത്തിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് നമ്മൾ പറഞ്ഞ നമ്മളെന്താ അർത്ഥം വെക്കാറുള്ളത്? നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടാൽ അവരുടെ വിളി നിങ്ങൾ കേൾക്കുകയില്ല എന്നുള്ളതാണ്. ഈ കേൾക്കുകയില്ല എന്നുള്ള വിഷയത്തിൽ നമുക്ക് ആരെയൊക്കെ ഉപമിക്കാം? എല്ലാവരും ഉപമിക്കാൻ പറ്റുമോ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് തന്നെ പറഞ്ഞത്, വലൗ സമിഉ മസ്തജാബു ലക്കും എന്ന് പറയാനുള്ള കാരണം എന്താ? ഇനി കേട്ടാൽ തന്നെയും എന്നാ കേൾക്കും. എങ്ങനെ കേൾക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സത്യത്തില് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇപ്പം സുഹൃത്ത്, ഞാൻ ഒരുപാട് കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ അദ്ദേഹം ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടില്ല എന്നല്ല അർത്ഥം, നിങ്ങൾ അനുസരിച്ചിട്ടില്ല എന്നാണ്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധ്യമല്ല കേട്ടാലും. ഇപ്പൊ സായിബാബന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ചോദിക്കണം. അദ്ദേഹം കേട്ടിട്ടുണ്ട്, യാതൊരു സംശയം. ആ വിഷയം അദ്ദേഹം കേട്ട് കഴിഞ്ഞു, ഓൾറെഡി കേൾക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ കൈമാറി